നമസ്കാരം. ഞാൻ ജോയ്സി. ഞാൻ ഒരു പുസ്തക പ്രസാധനത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 2006 മലയാള മനോരമ ആഴ്ചപ്പതിപ്പിൽ മഴ തോരും മുമ്പേ എന്ന പേരിൽ എഴുതിയ ഒരു നോവലിനെ കുറിച്ചാണ് പറയാനുള്ളത്. അതൊരു വലിയ നോവലായിരുന്നു. ഒരു 2600 പേജോളം വലിപ്പം വരുന്ന ഒരു നോവലാണ്. അത് 5 വർഷം കൊണ്ടാണ് എഴുതി പൂർത്തിയാക്കിയത്. മലയാളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നോവൽ ആണ് മഴ തോരും മുമ്പേ. അത് പുസ്തകമായി കാണണമെന്ന് വളരെ കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതാണ്ട് ഇപ്പം 19 വർഷത്തോളമായി അത് എഴുതി തുടങ്ങിയതിന് ശേഷമുള്ള ഒരു കാലഘട്ടം. ഇപ്പോൾ അത് പ്രസിദ്ധീകരണത്തിന് ഡോൺ ബുക്സിൻ്റെ അനിൽ വേഗ എന്ന എൻ്റെ പഴയ ഒരു സുഹൃത്ത്, ഇപ്പോഴും ഞങ്ങൾ നല്ല സുഹൃത്താണ്, അന്ന് ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മുന്നോട്ട് വന്നു. വളരെ സന്തോഷമായി. അതനുസരിച്ച് എൻ്റെ പ്രീ പബ്ലിക്കേഷൻ ആ അനൗൺസ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പുസ്തകമായിട്ട് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷേ 3 പതിപ്പുകളായിട്ടാണ്, 3 വോള്യങ്ങളായിട്ടാണ് അത് പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വലിപ്പം കൊണ്ട് അത് 3 വോള്യങ്ങളായിട്ട് പ്രസിദ്ധീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. ഇത് പ്രസിദ്ധീകരിച്ചു കൊണ്ടിരുന്ന കാലത്ത് ഒരുപാട് അനുവാചക പ്രശംസ പിടിച്ചു പറ്റിയ ഒരു നോവലാണ്. ഇത് മേനി പറയുന്നതല്ല, ഒരുപാട് കത്തുകൾ, ആയിരക്കണക്കിന് കത്തുകളെന്ന് വരുമായിരുന്നു ഈ നോവലിലെ കഥാപാത്രങ്ങളെക്കുറിച്ച്. അതിലെ തന്നെ നായികയായ അലീന എന്ന കഥാപാത്രത്തെക്കുറിച്ച് കൂടുതൽ അഭിപ്രായങ്ങൾ വരുമായിരുന്നു. അതുപോലെ ബാലചന്ദ്രൻ, വൈജയന്തി, ഇങ്ങനെ ആളുകളുടെ മനസ്സിൽ പതിഞ്ഞ കഥാപാത്രങ്ങളെക്കുറിച്ചെല്ലാം അവർ വളരെ ആകാംക്ഷയോടുകൂടി സംസാരിക്കുകയും അത് പുസ്തകമായി കാണാൻ ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇത്രയും കാലതാമസം എടുത്തു അത് പുസ്തകമായിട്ട് വരാൻ. ഏതായാലും അത് ജാനുവരി 1 നിങ്ങളുടെ കൈകളിൽ എത്തുകയാണ് ഡോൺ ബുക്സിലൂടെ. ഈ നോവലിൻ്റെ ഒരു പ്ലോട്ട് രൂപം കൊണ്ടെന്ന് പറഞ്ഞാൽ, ഇത് നമ്മളൊരു സാങ്കല്പികമായിട്ട് എഴുതിയ കഥയെന്ന് പറയാമെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരു ചെറിയ സ്പാർക്ക് കിട്ടിയൊരു അനുഭവമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2005 വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ഒരു പത്രവാർത്ത കണ്ടു. അതായത് കഴക്കൂട്ടം എന്ന സ്ഥലത്ത് ഒരു ഓർഫനേജ് നടത്തിക്കൊണ്ടിരുന്ന വ്യക്തി ഒരു നാൾ അപ്രത്യക്ഷനായി. അയാൾ ഇത് നടത്താനുള്ള പൈസ ഇല്ലാഞ്ഞ് അതായത് ഓർഫനേജിലെ അഭയാർത്ഥികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഭക്ഷണം, മരുന്ന്, ഇതൊന്നും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ധനസമാഹരണം നടത്താൻ പറ്റാത്ത ഒരവസ്ഥയിൽ പുള്ളി സ്ഥലം വിട്ട് കളഞ്ഞതാണ്. അങ്ങനെ ഒരു വാർത്ത ഞാൻ പത്രത്തിൽ കണ്ടപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ഈ അനാഥാലയത്തിലെ ആ അഗതികളെ, അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം എത്തിക്കാനുള്ള ഒരു മാർഗത്തിന് വേണ്ടിയിട്ട് അവരെ എന്ത് ചെയ്യും, അവരെ ആര് സഹായിക്കും, അവർക്ക് ആര് ഭക്ഷണം കൊടുക്കും, അവർ ഇനി ആ അനാഥാലയം തുടർന്ന് നടത്താൻ ആരും മുന്നോട്ട് വന്നില്ലെങ്കിൽ അവരെ ഏതൊക്കെ ജീവിതമാർഗത്തിലേക്ക് അവരെ തിരിച്ചുവിടാൻ ആരൊക്കെ ഉണ്ടാവും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ആശങ്ക മനസ്സിൽ ഉടലെടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സ്പാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള അവിടെയുള്ള ഈ അഗതികളെക്കുറിച്ച് ഞാനൊന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ പല പ്രായത്തിലുള്ളവർ കാണും. ഓർഫനേജാണ്, കുട്ടികൾ കാണും, അതുപോലെ പ്രായമായവർ കാണും, ഓൾഡ് ഏജ് ഹോമും കൂടെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ എങ്ങനെ അവരെ പുനരധിവസിപ്പിക്കും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് എൻ്റെ മനസ്സിൽ വന്നു. അതിൽ നിന്നാണ് ഇതിൻ്റെ ഈ മഴ തോരും മുമ്പേ എന്ന നോവലിൻ്റെ ഒരു ആശയം ഉരുത്തിരിഞ്ഞു വന്നത്. ആദ്യം ഉണ്ടായ കഥാപാത്രം, ഞാൻ ഈ അനാഥാലയം നടത്തിക്കൊണ്ടിരുന്ന ആളാണ് ആദ്യം എൻ്റെ മനസ്സിലുണ്ടായ കഥാപാത്രം. അയാൾ ആരായിരിക്കും? അയാൾ എന്തുകൊണ്ടായിരിക്കും സ്ഥലം വിട്ടത്? അയാൾക്ക് എന്തെങ്കിലും രോഗമാണോ, അതോ പൈസയുടെ തന്നെ ദൗർലഭ്യമാണോ, അതോ ഈ അനാഥാലയത്തിൽ നിന്ന് തന്നെ ഉണ്ടായ ഈ ദുരനുഭവം കൊണ്ട് അങ്ങനെ എന്തെങ്കിലും ആണോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച്, അപ്പോൾ ഒരു കഥാരൂപത്തിൽ അതാക്കുമ്പോൾ ഞാൻ വിചാരിച്ചത്, ഒരു സ്ത്രീ അത് നടത്തട്ടെ, ഇങ്ങനെ ഒരു അനാഥാലയം. ആ സ്ത്രീ ഒരു മധ്യവയസ്കയായ ഒരു സ്ത്രീ, ജീവിതത്തിലെ മറ്റ് എല്ലാ സാധാരണ സ്ത്രീകളെല്ലാം കുടുംബം, മക്കൾ, ഇതൊക്കെ
ആഗ്രഹിച്ച് അതിൽ തന്നെ മുഴുകി ജീവിക്കുന്നവരാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ടൊരു സ്ത്രീ ഇതിലേക്ക് വരുമ്പം അവർക്ക് അത്തരം ഒരു സാഹചര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം വന്ന ഒരു സ്ത്രീ ആയിരിക്കും എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു സ്ത്രീയെയാണ് ഞാൻ ആദ്യമായിട്ട് സൃഷ്ടിച്ചത്. അതാണ് ബ്രിജിത്തമ്മ. അതിനുശേഷമാണ് ആ സ്ത്രീ ആരെയൊക്കെ അവർ ആ അനാഥാലയത്തിൽ അവർ സ്നേഹത്തോടുകൂടി, എന്തായാലും ഒരു അനാഥാലയം നടത്തുമ്പോൾ അവർക്ക് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ അത്രയേറെ താല്പര്യം ഉണ്ടായിട്ടായിരിക്കുമല്ലോ. അപ്പോൾ ആരെയൊക്കെ ആയിരിക്കാം അവർ അവിടെ സ്വീകരിച്ചിട്ടുണ്ടാവുക, ഒരു പോറ്റി പുലർത്തിക്കൊണ്ട് പോന്നിട്ടുണ്ടാവുക എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികളുണ്ടാവാം, അതുപോലെ തന്നെ യുവതികളുണ്ടാവാം, ഒരുപാട് പ്രായമായവരുണ്ടാകാം. അവരങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു വലിയ ഒരു എന്താ പറയുന്നത് ബോണ്ട് ഉണ്ടാവും, സ്നേഹത്തിൻ്റെതായ. അപ്പോൾ അത് എൻ്റെ മനസ്സിലൊരു സങ്കല്പം. യഥാർത്ഥത്തിൽ ഞാൻ അനാഥാലയത്തിൽ പോയി ജീവിച്ചിട്ടൊന്നുമില്ല, കണ്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. അവിടുത്തെ ജീവിതത്തെക്കുറിച്ച് പുറമേ ഒരു കാഴ്ച മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അകമേയുള്ള കാഴ്ച എന്താണെന്ന് നമുക്ക് സങ്കല്പിക്കാൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ. നോവൽ വായിച്ചവർ ഒരുപാട് പേര് ഇത് പുസ്തകമായില്ലേ, എന്തുകൊണ്ട് പുസ്തകമാകുന്നില്ല, പുസ്തകമാകുമ്പോൾ ഒരു കോപ്പി വേണമെന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയും അവരുടെ ആ പുസ്തകമായി കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. നോവൽ വായിച്ചവർക്ക് ഇതിലെ കഥാപാത്രങ്ങളെ അത്രയേറെ ഇഷ്ടപ്പെടുകയും വീണ്ടും വീണ്ടും വായിക്കാനും അതിലൂടെ വീണ്ടും ആ കാലഘട്ടത്തിലൂടെയോ അല്ലെങ്കിൽ കഥയുടെ പശ്ചാത്തലത്തിലൂടെയോ സഞ്ചരിക്കാനൊക്കെയുള്ള അവരുടെ ഒരു ആഗ്രഹം കൊണ്ട് കൂടിയായിരിക്കാം അവർ ഈ പുസ്തക രൂപേണ ഇത് വായിക്കാനും പുസ്തക രൂപത്തിൽ അത് പ്രസിദ്ധീകരിച്ച് കാണാനും ഒക്കെ ആഗ്രഹിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.